സർഫസ് കെമിസ്ട്രിയുടെ അവസാന ഭാഗമായ കൊളോയിഡ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. എന്താണ് കൊളോയിഡ്സ്? ഏറ്റവും ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി 3 ബീക്കറുകളിൽ നമ്മൾ സൊല്യൂഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. ഈ 3 ബീക്കറുകളിലും വിവിധ കമ്പോണൻറ്റുകളാണ് നമ്മൾ സൊല്യൂഷൻസായി വെച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരു സസ്പെൻഷനാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ ആൻഡ് ഫീനോൾ. അതൊരു ടർബിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ ക്ലിയർ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ധരിക്കുന്നു. മൂന്നാമത്തെ സൊല്യൂഷൻ ഒരു ക്ലിയർ സൊല്യൂഷൻ തന്നെയാണ്. 2 കമ്പോണൻ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡും വാട്ടറും. ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തരി പോലും സോഡിയം ക്ലോറൈഡ് അവിടെ കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തു. 3 ബീക്കറുകളിലും നമ്മൾ സൊല്യൂഷൻസ് എടുത്തു വെച്ച് ഏറ്റവും നടുക്കിലുള്ള ബീക്കറിനെ നമ്മൾ പ്രസ്താവിക്കുന്നു, ഇതാണ് കൊളോയിഡൽ സൊല്യൂഷൻസ്. എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻസ് അഥവാ കൊളോയിഡൽ മിക്സ്ചേഴ്സ്? വാട്ട് ആർ കൊളോയിഡൽ മിക്സ്ചേഴ്സ്? പാർട്ടിക്കിൾ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 ബീക്കറുകളെയും ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ട്രൂ സൊല്യൂഷൻ, ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ട്രൂ സൊല്യൂഷനാണ്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 10⁻⁻⁻7 centimeter. In colloidal solution, the particle size in between 10⁻⁻7 to 10⁻⁻5. But in suspension, the particle size greater than 10⁻⁻5. Therefore, we assume that the colloidal solution have a particular particle size in between 10⁻⁻7 centimeter and 10⁻⁻5 centimeter. Characteristics of suspension, colloid and solution. നമ്മൾ അതിൻ്റെ ടേബിൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾ സൈസ്, സസ്പെൻഷൻ്റെ, കൊളോയിഡിൻ്റെ, സൊല്യൂഷൻ്റെ. ഇനി അത് സെപ്പറേഷൻ ടെക്നിക്ക് പറയുന്നുണ്ട്. സസ്പെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡിനറി ഫിൽട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിലിങ്ങിൻ്റെ കാര്യങ്ങൾ അവിടെ വിശദമായി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പിയറൻസ് അവിടെ ഭംഗിയായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഡിഫ്യൂഷൻ നോട്ട് പോസിബിൾ ഇൻ സസ്പെൻഷൻ, ഡിഫ്യൂസസ് സ്ലോലി ഇൻ കൊളോയിഡൽ സിസ്റ്റം, ഡിഫ്യൂസസ് റാപ്പിഡ്ലി ഇൻ സൊല്യൂഷൻ. ടിൻഡൽ ഇഫക്റ്റ് കാണിക്കുന്നത് സസ്പെൻഷനും കൊളോയിഡൽ സൊല്യൂഷനും മാത്രം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കൊളോയിഡ്സ് ആർ കോമൺ ഇൻ എവറിഡേ ലൈഫ്. സം കോമൺ എക്സാമ്പിൾസ് ആർ മയോണൈസ്, മിൽക്ക്, ബട്ടർ, ജെലാറ്റിൻ, ജെല്ലി, മഡി വാട്ടർ, പ്ലാസ്റ്റർ, കളേർഡ് ഗ്ലാസ് ആൻഡ് പേപ്പർ. ഓക്കെ, ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ഇനി സൊല്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നു. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ dispersed phase and dispersion media. The physical state of dispersed phase and dispersion media. Dispersion media gas, dispersed phase liquid ആണെന്നുണ്ടെങ്കിൽ കൊളോയിഡിനെ നമ്മൾ പേര് വിളിക്കുന്നു എയ്റസോൾ. എക്സാമ്പിളായിട്ട് ഫോഗ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. ഇനി ഡിസ്പേർഷൻ മീഡിയയും ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേര് വിളിക്കുന്നു എമൽഷൻസ്. ഈ എമൽഷൻസിനെ പറ്റി മാത്രമായി നമ്മൾ തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. സോളിഡ് സൊല്യൂഷനെ ശ്രദ്ധിക്കുക. ഡിസ്പേർഷൻ മീഡിയ സോളിഡ് ആയിരിക്കും, ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് ആയിരിക്കും. 22 കാരറ്റ് ഗോൾഡ് ആണ് നല്ല ഒരു എക്സാമ്പിൾ. ഈ ടേബിളിൽ ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് വിവിധ തരം കൊളോയിഡൽ സിസ്റ്റംസ് ഡിസ്പേർഷൻ മീഡിയയുടെയും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയ. ദാറ്റ് ഈസ് ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. ദ ഫിലിക് മീൻസ് irrational love. Lyo means solvent.
The solvent-loving colloids are called lyophilic. Phobia means irrational fear. Therefore, lyophobic colloids are solvent-hating colloids. There are two types of colloid, lyophilic colloids and lyophobic colloids. In lyophilic colloids, colloids in which there is a strong attraction between dispersed phase and dispersion media. But whereas in lyophobic colloids, colloids in which there is no strong attraction between dispersed phase and dispersion media. Examples. ലയോഫിലിക് കൊളോയിഡ്സിൻ്റെയും ലയോഫോബിക് കൊളോയിഡ്സിൻ്റെയും വിവിധ തരത്തിലുള്ള പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ് കാര്യങ്ങൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതായത് ലയോഫിലിക് കൊളോയിഡ്സ് എല്ലാം കൊണ്ടും സ്റ്റേബിളാണ്, സർഫസ് ടെൻഷൻ കുറവാണ്, വിസ്കോസിറ്റി വളരെ കൂടുതലാണ്, റിവേഴ്സിബിൾ നേച്ചറുള്ളതാണ്, സ്റ്റെബിലിറ്റി വളരെ കൂടുതലുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ലയോഫിലിക് കൊളോയിഡ്സിൻ്റേതായി നമുക്ക് പറയാനായിട്ട് പറ്റും. ലയോഫോബിക് കൊളോയിഡ്സിന് ഇതിന് വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് അനുസരിച്ച് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഇവയെ പലതായി തരംതിരിക്കുന്നു. ഒന്ന്, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. In this type of colloid, large number of atoms or smaller molecules of substance aggregated together to form colloidal species. Generally, their particle size very less than that of 1 nanometer, that is a required size of colloidal particle. These particles are come together and to form a colloidal particle. Therefore, such colloids are called multimolecular colloids. Example, gold salt. The second one is macromolecular colloids. The particle itself acts as a colloidal particle. Their particle size is in the range of particle size of colloids. For example, certain polymers. The polymers are big molecules. Their particle size is very much higher than that of ordinary solute. Therefore, these colloids are called macromolecular colloid. Example, starch, cellulose, protein and enzymes. And the last one is associated colloids. There are some substance which at low concentration behave as a normal electrolyte, but at a higher concentration, ആ ലിമിറ്റഡ് കോൺസെൻട്രേഷൻ അവർ പേര് വിളിക്കുന്നു ക്രിട്ടിക്കൽ മൈസെല്ലെ കോൺസെൻട്രേഷൻ. അതിന് മുകളിലാണ് ഇവയുടെ കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേര് വിളിക്കുന്നു മൈസെല്ലെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പേര് വിളിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിൽ മാത്രമാണ് ഇവർക്ക് കൊളോയിഡൽ നേച്ചർ കൈവരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പർട്ടിക്കുലർ കോൺസെൻട്രേഷനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ക്രിട്ടിക്കൽ മൈസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് പേര് വിളിക്കുന്നത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇവ ഫോം ചെയ്യുന്നത്. അതിനെ നമ്മൾ പേര് വിളിക്കുന്നു ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പേര് വിളിക്കുന്നു. അത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രാഫ്റ്റ് ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ മൈസെല്ലെ കോൺസെൻട്രേഷനും ഓർത്തു വയ്ക്കാം. മൈസെല്ലെ ഫോമേഷൻ്റെ മെക്കാനിസത്തെ പറ്റി ഇവർ കൈകാര്യം ചെയ്യുന്നു. വളരെ നല്ല ഒരു എക്സാമ്പിള് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. സോപ്പിനെ പറ്റി നമുക്കറിയാൻ പറ്റും, അത് ഹയർ ഫാറ്റി ആസിഡുകളുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടുകളെ പറയുന്ന പേരാണ് സോപ്പ്. ഇതിന് 2 എൻഡുണ്ട്. അതിലൊരെണ്ണം നോൺ പോളാർ എൻഡ്, അതായത് കാർബൺ എൻഡും, അതിനെ നമ്മൾ പേര് വിളിക്കുന്നു ലയോഫോബിക് എൻഡ് എന്ന് പേര് വിളിക്കുന്നു. മറ്റൊരു എൻഡ് ലയോഫിലിക് എൻഡാണ്, അത് വാട്ടർ സോളിബിൾ ആകുന്ന എൻഡാണ്. അപ്പോൾ 2 തരം എൻഡുള്ള ഒരാളാണ് സാധാരണഗതിയിൽ സോപ്പ്, ലയോഫിലിക് എൻഡും ലയോഫോബിക് എൻഡും. ഇനി ഈ ലയോഫിലിക് എൻഡ് വാട്ടറിൽ സോളിബിലൈസ് ചെയ്യുന്ന സമയത്ത് ലയോഫോബിക് എൻഡ് ഗ്രീസിലോ ഓയിലി സബ്സ്റ്റൻസിലോ ആണ് സോളിബിലൈസ് ചെയ്യുന്നത്. ക്ലൻസിങ് ആക്ഷനെ പറ്റി വിവരിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്.
നോക്കുക, ഇതാണ് സോപ്പിൻ്റെ മോളിക്യൂളിനെ സ്കിമാറ്റിക്കായി നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് ഹൈഡ്രോ കാർബൺ ചെയിനാണ്, അതായത് ഹയർ ഫാറ്റി ആസിഡുകളുടെ ലോങ് കാർബൺ ചെയിനാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് അയോണിക് പാർട്ടാണുള്ളത്. ഇനി ഇവരെ സൊല്യൂഷൻസിൻ്റെ കേസിൽ അവരെങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ക്രിട്ടിക്കൽ മൈസെല്ലെ കോൺസെൻട്രേഷനിൽ ഇവർ മൈസെല്ലെ ഫോം ചെയ്തു, പ്രത്യേക ടെമ്പറേച്ചറിൽ ഇവർ ഒരു മൈസെല്ലെ ഫോം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, ഇതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടിസ്ഥാനപരമായി 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് കൊളോയിഡിനുള്ളത്. ഒന്ന് കണ്ടൻസേഷൻ മെത്തേഡ്, മറ്റൊരെണ്ണം ഡിസ്പെർഷൻ മെത്തേഡ്. കണ്ടൻസേഷൻ മെത്തേഡിലെ സ്മോൾ പാർട്ടിക്കിൾസിനെ കൂട്ടിച്ചേർത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ ജോലിയാണ് കണ്ടൻസേഷൻ മെത്തേഡ്. ഡിസ്പെർഷൻ മെത്തേഡിലെ വലിയ പാർട്ടിക്കിളുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിളാക്കി മാറ്റുന്ന പ്രോസസ്സാണുള്ളത്. സാധാരണഗതിയിൽ കെമിക്കൽ മെത്തേഡുകളാണ് കണ്ടൻസേഷൻ മെത്തേഡിൽ സാധാരണയായി പറയാറുള്ളത്. ഒന്ന് കെമിക്കൽ മെത്തേഡിലെ ഓക്സിഡേഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്, അങ്ങനെ അനവധി. ഇനി ഡിസ്പെർഷൻ മെത്തേഡിലെ വളരെ നല്ല ഒരു ഡിസ്പെർഷൻ മെത്തേഡ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡാണ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിനെ അതുപയോഗിച്ച് മെറ്റൽ കൊളോയിഡ്സ് ആണ് സാധാരണഗതിയിൽ ഉണ്ടാക്കിയെടുക്കാറ്. അതിനുവേണ്ടി ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ചിത്രം നോക്കുക. ഡിസ്പെർഷൻ മീഡിയ എവിടെയുണ്ട്, ഐസ് ബാത്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ആർക്കിൻ കടത്തിവിടുന്ന സമയത്ത് വലിയ പാർട്ടിക്കിളുകൾ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിളായി മാറുന്നു. In this method, electric arc is struck between the electrode of metal immersed in the dispersion medium. The intense heat produced vaporizes the metal, which then condensed to form particles of colloidal size. Peptization is another method that is a chemical method. In peptization, the process of converting freshly prepared precipitate into colloidal salt by shaking it with dispersion media in the presence of a small amount of electrolyte. The electrolyte used for this purpose is called peptizing agent. എപ്പോൾ നമ്മൾ പെപ്റ്റിസേഷനെ കുറിച്ച് പറയുന്നു അപ്പോഴെല്ലാം പെപ്റ്റൈസിങ് ഏജൻറ്റിനെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. ഒട്ടനവധി മെത്തേഡുകൾ കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് ഉണ്ട്. ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡിലെ അനവധി മെത്തേഡുകൾ നമ്മൾ കണ്ടെത്തുന്നതിൽ ഏറ്റവും ആദ്യം ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ തുടങ്ങിയവയാണ് ഈ മെത്തേഡുകൾ. ഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് dissolved substance from a colloidal solution by means of a diffusion through a suitable membrane. ഇവിടെ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കൊളോയിഡൽ സൊല്യൂഷൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അകത്ത് അവരെടുത്ത് വെച്ചിരിക്കുന്നു. സെമി പെർമിയബിൾ മെംബ്രെയിൻ വിച്ച് പെർമിറ്റ് ഓൺലി ദ സോൾവെൻ്റ് മോളിക്യൂൾ, നോട്ട് ദ സൊല്യൂട്ട് മോളിക്യൂൾ. ബ്ലഡ് ആണെന്നിരിക്കട്ടെ, ഈ ബ്ലഡിലെ ബ്ലഡ് സെൽസ് ഒരു കാരണവശാലും സോൾവെൻറ്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്നില്ല. എന്നാൽ മറ്റ് ചെറിയ പാർട്ടിക്കിൾസ് വളരെ ഈസിയായി ഇതിലൂടെ കടന്നു പോകും. The bag of suitable membrane containing colloidal solution is suspended in a vessel through which fresh water is continuously flowing. The molecules and ion diffuses through the membrane into the outer water and pure colloidal solution is left behind. ഇതിൻ്റെ ഉള്ളിലൂടെ അയോൺസ് എല്ലാം ഡിഫ്യൂസ് ചെയ്തു പോവുകയും കൊളോയിഡൽ സസ്പെൻഷൻ കൊളോയിഡൽ പാർട്ടിക്കിളും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയയുമായി മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. എന്നാൽ ഡയാലിസിസ് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, കുറഞ്ഞ സമയം കൊണ്ട് ഡയാലിസിസ് അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പ് സ്വീകരിക്കുന്നു. ഇലക്ട്രിസിറ്റി ഇവിടെ 2 ഭാഗത്തും ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ, ഇവരിവിടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
ഇതിനെ നമ്മൾ പേര് മാറ്റി വിളിക്കും ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പേര് മാറ്റി വിളിക്കും. The process of dialysis is quite slow. It can be made faster by applying electric field if the dissolved substance in the impure colloidal solution is only an electrolyte. The process is then named electrodialysis. ഇലക്ട്രോ ഡയാലിസിസിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതിനകത്താണ് നമ്മുടെ സോള് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് സെല്ലോഫൈൻ ബാഗിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിനാണ് സെല്ലോഫൈൻ ബാഗ്. ഇനി ഇതിലെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ ഒരു ട്രഫിലാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പ്രവഹിക്കുന്ന സമയത്ത് അയോൺസ് ഇതിൻ്റെ ഉള്ളിലൂടെ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അടുത്തത് അൾട്രാ ഫിൽട്രേഷനാണ്. സാധാരണ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കൊളോയിഡൽ സസ്പെൻഷൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാൽ അൾട്രാ ഫിൽട്രേഷൻ ഉപയോഗിച്ച് അവയെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാമതും റീസസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻസ് അവിടെ നമുക്ക് ലഭ്യമാകുന്നു. മറ്റൊന്നുള്ളത് അൾട്രാ സെൻട്രിഫ്യൂഗേഷനാണ്. ഇനി അതിനുശേഷം നമുക്ക് പറയേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷനാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓൾറെഡി നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, സൊല്യൂട്ട് പാർട്ടിക്കിൾ, നോട്ട് ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ കൊളോയിഡൽ സസ്പെൻഷനെ സംബന്ധിച്ചിടത്തോളം അവർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ടിൻഡൽ ഇഫക്റ്റ് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ടിൻഡൽ ഇഫക്റ്റ് വെൻ ലൈറ്റ് പാസസ് ത്രൂ ദ കൊളോയിഡൽ സസ്പെൻഷൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ, ദാറ്റ് വിസിബിൾ പാത്ത് ഓഫ് ദ ലൈറ്റ് ഈസ് കോൾഡ് ടിൻഡൽ കോൺ ആൻഡ് ദ എൻറ്റയർ ഫിനോമിന ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇത് കാണിക്കുന്നതിൻ്റെ ഫോട്ടോസ് അടുത്ത സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കൊളോയിഡൽ സസ്പെൻഷൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഒരു കൊളോയിഡൽ സസ്പെൻഷൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുന്നു. അവിടെ ഒരു ടിൻഡൽ കോൺ ഫോം ചെയ്യുന്നു. റിയൽ സൊല്യൂഷൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു കോൺ ഫോം ചെയ്യുന്നില്ല. ഫോഗിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ടിൻഡൽ കോണ് നമുക്ക് കാണാനായിട്ട് പറ്റണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലൈറ്റ് കൊളോയിഡൽ സസ്പെൻഷൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. Colloidal particles scatter the light and which absorb a particular wavelength and emit another wavelength. The colloidal particles, colloidal suspensions show a particular color. അതിൻ്റെ സൈസ് അനുസരിച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കളറും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഗോൾഡ് സോള്, വ്യത്യസ്ത പാർട്ടിക്കിൾ സൈസുള്ള ഗോൾഡ് സോള് ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ലഭ്യമാകുന്ന കളറാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വ്യത്യസ്ത ഗോൾഡ് സൊല്യൂഷൻസ്, പാർട്ടിക്കിൾ സൈസിലുള്ള ഗോൾഡ് സൊല്യൂഷൻസ് നമ്മൾ എടുക്കണു. അതായത് ഗോൾഡ് സോൾസ് നമ്മൾ എടുക്കണു. എല്ലാം ഗോൾഡ് സോളുകൾ തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാർട്ടിക്കിൾ സൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് കളർ ഒബ്സർവ് ചെയ്യുന്നതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ colloidal property, Brownian motion. What is Brownian motion? That is continuous, zigzag, random motion of colloidal particle in colloidal solution. ബ്രിട്ടീഷ് ബോട്ടനിസ്റ്റ് റോബർട്ട് ബ്രൗൺ ആണ് ഇത് ആദ്യമായി ഒബ്സർവ് ചെയ്തത്. ബ്രൗണിയൻ മോഷൻ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി, കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ, ദ ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ. അത് നമുക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ഇലക്ട്രോഫോറസിസ് ആണ്. എന്താ ഇലക്ട്രോഫോറസിസ്? വെൻ ഇലക്ട്രിക് പ്ലേറ്റ്, ഇലക്ട്രിക് ചാർജ് അപ്ലൈഡ് ഇൻ കൊളോയിഡൽ സസ്പെൻഷൻ, ദ പാർട്ടിക്കിൾ മൂവ് എ പർട്ടിക്കുലർ ഡിറക്ഷൻ.
കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു നല്ലൊരു എക്സ്പെരിമെൻ്റാണ് ഇലക്ട്രോഫോറസിസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓൾവേസ് ക്യാരി ആൻ ഇലക്ട്രിക്കൽ ചാർജ്. പല കാരണങ്ങൾ കൊണ്ടാണ് അവർ ചാർജ് ക്യാരി ചെയ്തിരിക്കുന്നത്. ചില കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരു റെസിഡ്യുവൽ ചാർജ് നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് 1 ഇലക്ട്രോൺ ക്യാപ്ചർ, 2 പ്രിഫറൻഷ്യൽ അഡ്സോർഷൻ ഓഫ് അയോൺ, മൂന്നാമത്തെ കാര്യമുള്ളത് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി അനുസരിച്ച് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ 3 കാരണങ്ങളാലാണ് ഒരു കൊളോയിഡൽ സസ്പെൻഷൻസിന് ചാർജ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതിലേറ്റവും പ്രമാദമായുള്ളത് പ്രിഫറൻഷ്യൽ അഡ്സോർഷനാണ്. എന്താണ് പ്രിഫറൻഷ്യൽ അഡ്സോർഷൻ? ഇവരൊരു എക്സാമ്പിൾ വെച്ച് അവരത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ പുസ്തകത്തിൽ ശ്രമിക്കുന്നുണ്ട്. സപ്പോസ് ഒരു സിൽവർ അയഡൈഡ് സൊല്യൂഷനിലേക്ക് ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന സിൽവർ അയഡൈഡ് ഫോം ചെയ്യുന്നു. പക്ഷേ സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റിൻ്റെ സൊല്യൂഷനാണ്. ഉടനടി നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള സിൽവർ അയഡൈഡ് അതിലെ ഒരു അയോണിനെ അത് അഡ്സോർബ് ചെയ്ത് നിർത്തുന്നു. അതിനെ അഡ്സോർബ് ചെയ്യാൻ സാധ്യതയുള്ളത് Ag പോസിറ്റീവ് അയോണിനെയാണ്. കാരണം ആ സൊല്യൂഷനിൽ ധാരാളം Ag പോസിറ്റീവ് അയോണുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിൽവർ അയഡൈഡിന് ചാർജ് പോസിറ്റീവ് ചാർജായി നമ്മൾ ഗണിക്കേണ്ടതായി വരും. എന്നാൽ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലേക്കാണ് സിൽവർ നൈട്രേറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സിൽവർ അയഡൈഡ് ഫോം ചെയ്യപ്പെടുകയും സൊല്യൂഷനിൽ നിന്ന് അയഡൈഡ് അയോണിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സിൽവർ അയഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായിട്ട് നിലനിൽക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതനുസരിച്ച് ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ? ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ചാർജുള്ള പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് തൊട്ടടുത്ത ലെയറിൽ അതേ സൊല്യൂഷനിൽ അതിൻ്റെ അയോണിനെ അത് അബ്സോർബ് ചെയ്ത് നിർത്തും. ഇവിടെ നോക്കുക, ഇവിടെ അയോഡൈഡ് അയോണിനെയാണ് സിൽവർ അയഡൈഡ് അഡ്സോർബ് ചെയ്തതെങ്കിൽ അയോഡൈഡ് അയോണ് സൊല്യൂഷനിൽ നിന്ന് പൊട്ടാസ്യം അയോണിനെ അതിൻ്റെ അടുത്തേക്ക് വന്ന് നിർത്തുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള സിൽവർ അയോണാണ് ഇവിടെ അഡ്സോർബ് ചെയ്യപ്പെടുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള സിൽവർ അയോൺ അയോഡൈഡ് സൊല്യൂഷനെ ഇവിടെ അഡ്സോർബ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഒന്ന് ഭംഗിയായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ സിൽവർ അയഡൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ ഈ സിൽവർ അയഡൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് സൊല്യൂഷനിൽ ധാരാളം അയഡൈഡ് സൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടും അയോഡൈഡ് സൊല്യൂഷനെ അഡ്സോർബ് ചെയ്ത് നിർത്തും. ഇനി ഇത് ചുറ്റുപാട് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയഡിൻ അയോൺസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ഡബിൾ ലെയർ അവിടെ ഫോം ചെയ്യപ്പെടും. ഈ ഇലക്ട്രിക് ഡബിൾ ലെയർ ഹെൽമോൺസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഡബിൾ ലെയറിൽ ഓപ്പോസിറ്റ് ചാർജുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. ഇതിനെ നമ്മൾ പേര് വിളിക്കുന്നു സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പേര് വിളിക്കുന്നു.
ദേ ഒരു സ്റ്റേഷനറി ലെയർ, അതിനു ചുറ്റും ഒരു മൊബൈൽ ലെയർ, ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യപ്പെടുന്നു. ഈ രണ്ട് ലെയർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് സീറ്റ പൊട്ടൻഷ്യൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോഫോറസിസിനെ വീണ്ടും അവർ പറയുന്നുണ്ട്. വെൻ an electric field potential is applied across the two platinum electrode dipping in colloidal solution, the colloidal particles move towards one or the other electrode. The movement of colloidal particle under the applied electric potential is called electrophoresis. നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. Theta potential. ഇലക്ട്രോ ഓസ്മോസിസ്. ഓസ്മോസിസ് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പേര് വിളിക്കുന്നു ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പേര് വിളിക്കുന്നു. അപ്പോൾ ആറാമത്തെ കൊളോയിഡൽ പ്രോപ്പർട്ടിയായി നമ്മളിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇലക്ട്രോ ഓസ്മോസിസിനെയാണ്. എന്താണ് കൊയാഗുലേഷൻ, എന്താണ് പ്രസിപ്പിറ്റേഷൻ അഥവാ പ്രസിപ്പിറ്റേഷൻ? അതായത് കൊളോയിഡൽ സസ്പെൻഷൻ സെറ്റിൽ ചെയ്ത് അവസാനിക്കുന്നത്, അതിൻ്റെ ഒടുക്കം, ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ എന്ന് പേര് വിളിക്കുന്നത്. ഇങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ലയോഫോബിക് കൊളോയിഡ്സ് വളരെ ഈസിയായി സെറ്റിൽ ചെയ്യപ്പെടും. കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സെറ്റിൽ ചെയ്യപ്പെടും. അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോഫോറിസിസ് നടത്തി കഴിഞ്ഞാൽ ഇത് കൊയാഗുലേറ്റ് ചെയ്യാനും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇനി അഥവാ ഇലക്ട്രോലൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ചേർത്താൽ കൊയാഗുലേഷൻ എളുപ്പമാകുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റുകൾ എന്ത് ചാർജ് പ്രൊവൈഡ് ചെയ്യണം? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്ത് കൊയാഗുലേഷൻ സാധ്യമാകും. ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ അവിടെ പ്രസിപ്പിറ്റേറ്റ് സാധ്യമാകും. ഇലക്ട്രോലൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് സാധ്യമാവും. ഹാർഡീസ് ഷൂൾ റൂൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ തിയറിയാണ്. അവർ പറയുന്ന കാര്യം ഇത്രയാണ്: ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ജനറലി ഗ്രേറ്റർ വാലൻസ് ഓഫ് ഫ്ലക്യുലേറ്റിംഗ് അയോൺ ആഡഡ്, the greater its power to cause precipitation. This is known as Hardy's Schur rule. ഉദാഹരണത്തിന്, ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നിങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ ഉള്ള കഴിവ് അലുമിനിയം 3 പോസിറ്റീവ് അവനാണ് ഏറ്റവും കൂടുതൽ. Ba2 പോസിറ്റീവ് അവൻ അതിനേക്കാൾ കുറവാണ് സോഡിയം പോസിറ്റീവിനെ. ഇനി നെഗറ്റീവ് ചാർജുള്ള ആളെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ആളുടെ കൊയാഗുലേഷൻ പവർ, കൊയാഗുലേറ്റ് ചെയ്യിക്കുന്നതിനുള്ള അയോൺസിൻ്റെ കഴിവ് ഇങ്ങനെയായിരിക്കും വേരി ചെയ്യുക. ഇത് പറഞ്ഞിട്ടുള്ളത് ഹാർഡീസ് ഷൂൾ റൂളാണ്. കൊയാഗുലേഷനെ കുറിച്ചാണ് ഹാർഡീസ് ഷൂൾ റൂൾ പ്രസ്താവിക്കുന്നത്. എന്താണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ? ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലി മോൾസ് പെർ ലിറ്റർ required to cause precipitation of a salt in 2 hours is called coagulating value. Smaller the quantity needed, higher will be the coagulating power of the ion. Protective colloids. ഇനി ചില ലയോഫോബിക് കൊളോയിഡ്സ് ഓൾറെഡി നമുക്കറിയാം, അവയ്ക്ക് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ചില ലയോഫെലിക് കൊളോയിഡ്സ് അതിൽ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ ചില ലയോഫെലിക് കൊളോയിഡ്സിനെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇത്തരം കൊളോയിഡ്സിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പേര് വിളിക്കുന്നു. ലയോഫെലിക് കൊളോയിഡ്സ് യൂസ്ഡ് ഫോർ ടു പ്രൊട്ടക്റ്റ് the lyophobic colloids are called protective colloids. Emulsions. എന്താണ് emulsions? Emulsions are liquid colloidal system.
the dispersed phase as well as the dispersion media are liquid. There are two types of emulsion: oil in water type emulsion and another one is water in oil type emulsion. In oil in water type emulsion, oil is dispersed phase but water is dispersion media. Water in oil type, dispersion media is oil, dispersed phase is water. ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ബട്ടർ, ക്രീം, ഇവരൊക്കെ രണ്ടാമത്തെ തരത്തിലെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻസിന് എക്സാമ്പിളുകളാണ്. ഒരു എമൽഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യലായിട്ട് വേണ്ടത് ഒരു എമൽസിഫയിങ് ഏജൻ്റാണ്. Stabilization of an emulsion, a third component must be added. That third component is called emulsifying agent. Soap ഒരു നല്ല emulsifying agent ആണ്. ആൽക്കഹോൾ നല്ല emulsifying ഏജൻ്റായി പലപ്പോഴും ചേർത്ത് വയ്ക്കാറുള്ള ഒന്നാണ്. ശ്രദ്ധിക്കുക, സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഒരുപാട് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ കാണാനായിട്ട് പോകുന്നു. ബ്ലൂ കളർ ഓഫ് ദ ഐസ്, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ഡസ്റ്റ് പാർട്ടിക്കിൾ അലോങ് വിത്ത് വാട്ടർ സസ്പെൻഡ് ഇൻ എയർ സ്കാറ്റർ ബ്ലൂ ലൈറ്റ് വിച്ച് റീച്ചസ് ഇൻ അവർ ഐസ് ആൻഡ് സ്കൈ ലുക്സ് ബ്ലൂ ടു അസ്. മറ്റൊരു എക്സാമ്പിൾ ഉള്ളത് പല ഫുഡ് ആർട്ടിക്കിൾസുമാണ്. മിൽക്ക്, ബട്ടർ, ഹൽവ, ഐസ്ക്രീം, ഇതൊക്കെ കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. ഫോഗ്, മിസ്റ്റ്, റെയിൻ കൊളോയിഡ്സിന് നല്ല എക്സാമ്പിളുകളാണ്. ബ്ലഡ് കൊളോയിഡ്സിന് നല്ല എക്സാമ്പിളാണ്. ഫോർമേഷൻ ഓഫ് ഡെൽറ്റ, റിവർ വാട്ടർ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. സീ വാട്ടർ കണ്ടെയ്ൻ എ നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ്. വെൻ വാട്ടർ ഫ്ലോസ് ടു ദ സീ, the electrolyte present in seawater coagulate the colloidal solution and form delta. Application of colloidal particles. Electrical precipitation of smoke. അപ്പോൾ നമുക്ക് ഈ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അവയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം, അതിൽ നല്ല ഒരു സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. നോക്കുക, ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇതിലൂടെ സ്മോക്ക് കടത്തിവിടുന്നു. ഇവിടെ നല്ലൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് ഇവിടെ സെറ്റിൽ ചെയ്യും, ഗ്യാസസ് മാത്രം പുറത്തേക്ക് പോകും. ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫിക്കേഷനിലെ വളരെ വലിയൊരു അപ്ലിക്കേഷൻ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഉണ്ട്. അവിടെ ആന ഉപയോഗിക്കുന്നു വാട്ടറിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലും ഫിലിം പ്രോസസ്സിലും ധാരാളം കൊളോയിഡൽ സസ്പെൻഷൻസ് ഉപയോഗിച്ച് വരുന്നു. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്, ഇങ്ങനെ ഒട്ടനവധി അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആകുന്ന പെയിൻറ്, ഇങ്ക്, സിന്തറ്റിക് പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്രാഫൈറ്റ്, all are colloidal solutions. Medicines, most of the medicines are colloidal particles. That's all about colloidal solutions and colloids. Thank you all of you.